പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 14 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് സൂക്ഷിച്ചത്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന്, നമ്മുടെ കൈ പിടിച്ച് നമ്മളെ ഈ പകൽക്കാലം നടത്തുന്നതിന്, ശ്രേഷ്ഠമായി നടത്തുന്നതിന് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ശബ്ദം ഉയർത്തി പറയാം, എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പോൾ വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവവചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അമേൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഞങ്ങളെ കർത്താവ് ഈ പ്രഭാതത്തിൽ ഒരുക്കിയതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. കർത്താവ് ഓരോരുത്തർക്കും അവരവരുടേതായ പല ആവശ്യങ്ങളുണ്ട്. ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിപ്പാൻ അപ്പോൾ പറഞ്ഞു. രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. വയറിനകത്ത് അൾസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, എന്ത് രോഗമെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ശാരീരികമായി തന്നെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എന്തു തന്നെയാണെങ്കിലും ഇന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക സൗഖ്യത്തെ ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിൽ സൗഖ്യമാകട്ടെ. അസ്ഥികൾ, ജോയിൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മസിൽ വീക്ക്നെസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക അത്ഭുതം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ ഈ പ്രഭാതത്തിൽ സംഭവിച്ചതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിന്മേലൊരു ദൈവിക അത്ഭുതത്തെ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവിന് കഴിയാത്ത കാര്യമില്ല. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് അത്ഭുതമായി സൗഖ്യമാക്കിയതിന് സ്തോത്രം. നന്മ കൊടുത്തതിന് സ്തോത്രം. ദൈവിക വിടുതൽ അയച്ചതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഏതവസ്ഥയിൽ നിന്നും വിടുവിക്കുവാൻ അങ്ങേക്ക് കഴിയും. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഫൈനാൻഷ്യൽ സാഹചര്യങ്ങളിൽ ഒരു ദൈവിക സൗഖ്യം അല്ലെങ്കിൽ ദൈവിക വിടുതൽ യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷനുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 12th കഴിഞ്ഞവരുണ്ട്. കർത്താവെ, പുതിയ കോളേജുകളിൽ, പുതിയ യൂണിവേഴ്സിറ്റികളിലേക്ക് ചേരുവാൻ കാത്തിരിക്കുന്നവർ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി വഴികളെ തുറക്കപ്പെടണമേ. അത്ഭുതങ്ങളെ സംഭവിക്കണമേ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടണമേ. ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, അതുപോലെ ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങളെ ഇന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്ന് മഹിമപ്പെടണം. കർത്താവെ, ഇന്ന് ഈ ആത്മമണ്ഡലത്തിൽ വലിയൊരു ചലനമുണ്ടാകത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ വെളിപ്പെടുന്ന ഒരു ദിവസമായി യേശുവിൻ നാമത്തിൽ മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗവും ആരംഭിക്കും. പ്രാർത്ഥിക്കുക. അതിൽ നിങ്ങൾ സന്തോഷത്തോടെ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്, എല്ലാത്തിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസമെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ആമേൻ ആമേൻ, നമ്മൾ എടുത്തു പിടിക്കണമെന്നാണ് പറയുന്നത്. വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. ആമേൻ. നമ്മുടെ മുമ്പിൽ ശത്രുവിൻ്റെ പ്രതികൂലങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ, ശത്രു നമുക്ക് നേരെ തീയമ്പുകളെ തൊടുത്തു വിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. വിശ്വാസം ഉണ്ടെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്, പരിചയെടുത്ത് പിടിക്കണം. പരിചയെടുത്ത് പിടിക്കണം. പൗലോസ് എഴുതുമ്പോൾ പൗലോസിന് ആ കാലഘട്ടത്തിൽ റോമൻ മിലിറ്ററി സിസ്റ്റം നല്ലവണ്ണം അറിയാമായിരുന്നു. റോമൻ പടയാളികൾ ഒരു വലിയ പരിചയമാണ് പിടിക്കുന്നത്. ആമേൻ. ആ പരിചയയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, അതൊരു ചുമ്മാതൊരു രസത്തിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമല്ല. ആമേൻ. അവരുടെ ശരീരത്തെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളെയും സംരക്ഷിക്കത്തക്ക വിധത്തിൽ, ആമേൻ, അത് വലുതായിരുന്നു. അവർ യഥാർത്ഥമായി അതെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരെ ശത്രുവിൻ്റെ തീയമ്പുകളെ, ശത്രുവിൻ്റെ ഏത് തരത്തിലുള്ള അറ്റാക്കുകളെ നേരിടുവാൻ പറ്റുന്ന വിധത്തിൽ വലിപ്പമുള്ളതായിരുന്നു. അപ്പം ഈ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തോട്ട് അറ്റാക്ക് വന്നാലും, ആമേൻ, എവിടെ ഒരു മനുഷ്യൻ്റെ ഏത് ഭാഗത്ത് ഒരു അറ്റാക്ക് വന്നാലും അല്ലെങ്കിൽ ഒരു അമ്പ് വന്നുകൊണ്ടാലും അത് ജീവിതത്തിന് ബാധകമാണ്. അതുകൊണ്ട് ശരീരത്തെ ഏകദേശം മുഴുവനും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ആമേൻ അന്നത്തെ കാലത്തെ പരിചകൾ അവർ സെറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആത്മീകമായി നമ്മൾ പറയുമ്പോൾ ശത്രു നിരന്തരമായി ഭയത്തിൻ്റെ ആമേൻ അമ്പുകൾ എഴുതുകൊണ്ടിരിക്കും, സംശയത്തിൻ്റെ അമ്പുകളെ എഴുതുകൊണ്ടിരിക്കും, നിരാശയുടെ ആമേൻ ആമേൻ കുറ്റബോധത്തിൻ്റെ, അതുപോലെ പ്രലോഭനങ്ങളുടെ, എന്നാ പറയുന്നത്, മാനസിക സംഘർഷങ്ങൾ, നെഗറ്റീവായ ചിന്തകൾ, ആമേൻ, എന്നെ ദൈവം കൈവിട്ടു എന്നുള്ള തോന്നലുകൾ, എൻ്റെ ജീവിതത്തിൽ ഒന്നും മാറുന്നില്ല, എനിക്കൊന്നും സംഭവിക്കുന്നില്ല, ആമേൻ, എനിക്കൊരിക്കലും ഒന്നും ആയിത്തീരാൻ കഴിയുന്നില്ല എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തകൾ പിശാച് അല്ലെങ്കിൽ ശത്രു ആകുന്നവൻ ഒരു ദൈവ പൈതലിന് നേരെ തൊടുത്തു വിടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പരിചയെടുത്ത് പിടിക്കണം. സ്തോത്രം. പരിചയെടുത്ത് പിടിക്കണം. എല്ലാവരും പറഞ്ഞേ, പരിചയെടുത്ത് പിടിക്കണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ തീയമ്പുകൾ വരികയില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പൗലോസ് ഇവിടെ ക്ലിയർലി പറയുന്നു. പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ശത്രുവിൻ്റെ തീയമ്പുകൾ ഇല്ലെന്നല്ല പറഞ്ഞത്. അവൻ വിശ്വാസമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പരിചയെടുത്ത് നമ്മൾ പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. അപ്പം ഈ വിശ്വാസമുണ്ട്, നമ്മൾ പരിചയെടുത്ത്, വിശ്വാസം എന്ന പരിചയം നമ്മൾ എടുത്ത് പിടിക്കുമ്പോൾ ശത്രുവിൻ്റെ തീയമ്പുകൾ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ജീവിതത്തിൽ ഏക്കുകയില്ല. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫെയ്ത്ത്, വിശ്വാസം നമ്മളെ ശത്രുവിൻ്റെ തീയമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഫങ്ഷൻ ചെയ്യാതിരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ അന്ന് റോമൻ പടയാളികൾ ഈ പരിചകൾ പിടിച്ചിരുന്നറിയാമോ? അവർ ഒരാൾക്ക് മാത്രമായിട്ടല്ല പിടിക്കുന്നത്. ആമേൻ. അവർ കൂട്ടമായിട്ട് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരാളുടെ പരിച മറ്റൊരാളുടെ പരിചയമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതവരെ ഒന്നിച്ചാണ് സംരക്ഷിക്കുന്നത്. ആമേൻ. അതൊരു ഭയങ്കര സംഭവമാണ്. അതൊരു ദൈവസഭയുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, ആമേൻ, നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആമേൻ, നമ്മൾ എൻ്റെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം, ഓരോരുത്തരുടെ വിശ്വാസം ഇതെന്ത് വരും? കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരാളുടെ വിശ്വാസത്തിന് ക്ഷീണമുണ്ടെങ്കിൽ മറ്റൊരാളുടെ വിശ്വാസം ആ വ്യക്തിയെ സഹായിക്കും. അതുകൊണ്ടാണ് നമുക്ക് ദൈവസഭ വേണം, സഭായോഗത്തിന് വേണം, കൂട്ടായ്മ വേണം, സെൽ മീറ്റിങ്ങുകൾ വേണം, ആമേൻ, പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ പങ്കാളികൾ വേണം, ആത്മീക നേതാക്കന്മാർ, സ്പിരിച്വൽ ലീഡേഴ്സ് നമുക്ക് വേണം, ക്രിസ്തുവിൽ നമുക്ക് നല്ല ആത്മീക സഹോദരന്മാർ വേണം. കാരണം എന്താണെന്നറിയാമോ? ഈ യുദ്ധം നമുക്ക് തനിച്ച് ചെയ്യാൻ കഴിയത്തില്ല. ഈ യുദ്ധം നമ്മൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആത്മീക യുദ്ധത്തിൽ ശത്രു നമുക്ക് നേരെ അവിശ്വാസത്തിൻ്റെ കാറ്റടിച്ചു വിടുമ്പോൾ, ശത്രു നമുക്ക് നേരെ പ്രതികൂലത്തിൻ്റെ കാറ്റ് ആമേൻ നമ്മുടെ ജീവിതത്തിന് നേരെ അടിക്കുമ്പോൾ നമുക്ക് വെറുതെ തന്നെ ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല. അതിനാണ് നമുക്ക് ആത്മീക സഹോദരന്മാരെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഓർത്തോണം, വിശ്വാസം എന്ന പരിച നമ്മൾ എടുത്തു പിടിക്കണം. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എടുത്തു പിടിക്കണം. ആമേൻ. റോമൻ പടയാളികളുടെയും അവർക്ക് പരിചയം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. അവരെന്ത് ചെയ്യണം? അത് അവരെടുത്തു പിടിക്കുമ്പോഴാണ്. ശത്രു തീയമ്പുകളുമായിട്ട് വരുമ്പോൾ നമ്മൾ പരിചയം എടുത്ത് പിടിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ശത്രു പറയുക, നമ്മളോട് പറയുക, നിൻ്റെ ജീവിതത്തിൽ എന്തോ ദോഷമായിട്ട് സംഭവിക്കാൻ പോവുക. ഉടനെ പറയണം, കർത്താവ് എൻ്റെ സങ്കേതവും
കർത്താവ് എൻ്റെ കോട്ടയുമാകുന്നു എന്ന വിശ്വാസത്തിൻ്റെ പരിചയം നമ്മൾ എടുത്തു പിടിക്കണം. ആമേൻ. ശത്രു നമ്മളോട് പറയാം നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസം എന്ന പരിചയം എടുത്തു പിടിക്കും. എന്നാ പറയും? നമ്മൾ വിശ്വാസത്തോടെ പറയും, ഇല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന് പറയണം. ശത്രു പറയുക ഒരു വഴിയും ഇനി നിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയണം, ഇല്ല, എൻ്റെ കർത്താവ് എൻ്റെ കർത്താവ് എനിക്ക്, ആമേൻ, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തിന് തലത്തിനൊത്തോണം ക്രിസ്തയേശുവിൽ എനിക്ക് പൂർത്തീകരിച്ചു തരുമെന്ന് നമ്മൾ വിശ്വാസത്തോടെ പറയണം. അങ്ങനെ പറയുമ്പോൾ എന്തു പറ്റും? ശത്രുവിൻ്റെ തീയമ്പുകൾ അവിടെ വെച്ച് നിർജീവമായി പോവും. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, എന്ത് ചെയ്യണം? നമ്മൾ ഹല്ലേലൂയ വിശ്വാസം എന്ന പരിചയം എടുത്ത് പിടിക്കണം. അപ്പം ഈ പരിചയം എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ അതിനെ പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം, കൂട്ടായ്മയ്ക്ക് പോകണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം ദൈവവചനം ഡിക്ലെയർ ചെയ്യണം. ഇത് ആ സമയമാകുമ്പോൾ എടുത്തു പിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് വിശ്വാസം എന്ന പരിചയം എടുത്ത് പിടിക്കുക, ശത്രുവിൻ്റെ തീയമ്പളെ കെടുത്തി കളയുക, ജയകരമായി മുന്നേറുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ശത്രു അവൻ്റെ പദ്ധതികൾ ഒരുക്കുമ്പോൾ അതിനകത്ത് വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ജയിച്ചു മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ശത്രു തൊടുത്തുവിടുന്ന തീയമ്പുകളെ കർത്താവെ വിശ്വാസം എന്ന പരിചയയിലൂടെ തകർത്തെറിഞ്ഞ് അല്ലെങ്കിൽ തടഞ്ഞ് അതിനെ ജയിച്ചവർക്ക് മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. നല്ല പ്രയർ പാർട്ട്നേഴ്സിനെ ഇവർക്ക് കൊടുക്കണം. നല്ല കൂട്ടായ്മകളെ ഇവർക്ക് കൊടുക്കണം. കർത്താവിൻ്റെ നാമം ഇവരിലൂടെ മഹിമപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ഇന്നെന്താണ് കർത്താവ് പറഞ്ഞത്? വിശ്വാസം എന്ന പരിച എടുത്തു പിടിക്കണം. മനസ്സിലുണ്ടായാൽ പോരാ, വീട്ടിലുണ്ടായാൽ പോരാ, നിങ്ങളുടെ കയ്യിൽ വിശ്വാസം എന്ന പരിചയം എടുത്തു പിടിക്കണം. അതായത് ദൈവവചനം പറയണം വിശ്വാസത്തോടെ. അതാണ് പരിചയ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു കരങ്ങൾ ഉയർത്തി പറയാം. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. കരമുയർത്തി പറഞ്ഞ്, വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.